പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ദൈവദിന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെയും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനായവനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതിനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ്. അപ്പോൾ തന്നെ ഇതിനകത്ത് ചില ദൈവിക വാക്തത്വങ്ങളുമുണ്ട്. എൻ്റെ ചിന്തിക്കുന്ന ദൈവത്തിനെന്ന് പറയുന്നത്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെയും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും എന്നുള്ളതാണ് രക്തം ചെയ്യും. അല്ലേരിയ നമുക്കറിയാം, ഇത് അന്ത്യകാലഘട്ടമാണ്, കൃപായുഗമാണ്, സഭയുടെ കാലഘട്ടമാണ്. കാലം ഇനി അധികമില്ല. ഈ ഭൂമിയിൽ ഏതു നിമിഷവും എന്ത് സംഭവിക്കാവുന്ന നിലയിലൂടെ ലോകരാജ്യങ്ങൾ കടന്നു പോകുന്നു. ഭീഷണികൾ, യുദ്ധങ്ങൾ അവിടെ ഇവിടെയായി നേരിടുന്നു. രാജ്യങ്ങൾക്ക് തന്നെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലൂടെ പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം വളരെ ദുഃഖത്തിലൂടെ കടന്നുപോവുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവിക വചനങ്ങൾ എത്ര യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിനെല്ലാം അതിജീവിക്കാൻ കഴിയും. പ്രൈസോ, ഞാൻ പറഞ്ഞത് അന്ത്യകാലഘട്ടമാണ്. ദൈവം വാഗ്ദത്തം തരികയാണ്. അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവജനം പറയുക. എന്ന് പറഞ്ഞാൽ 4 കൂട്ടരുടെ മേൽ വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുമെന്നാണ്. പ്രൈസോ, അതിൽ ഒന്നാമതായി പറയുന്നത്, ആദ്യമായി നിങ്ങളുടെ പുത്രന്മാരുടെ മേലും പുത്രിമാരും പ്രവചിക്കും. രണ്ടാമതായി നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മൂന്നാമത് നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. രണ്ടാമതായി. മൂന്നാമതായി ദാസന്മാരുടെ മേലും ഞാൻ ആ നാളിൽ ആത്മാവിനെ പകരും. നാലാമതായി ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും എൻ്റെ കൃപയുടെ യാചനയാൽ അവന് പകരും. 4 കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് ഇത് ആദ്യം പറഞ്ഞ യോബേൽ പ്രവാചകനാണ്. ആ ഭാഗം കൂടെ ഞാൻ വായിക്കാനാക്കി. യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് 28-ാമത്തെ വാക്യത്തിലേക്ക് വരും. യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെ വാഗ്ദത്തം ചെയ്യുന്ന ദൈവം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ പേരും അസുമാരുടെ പേരിലുള്ള ഞാൻ ആളുകൾ എൻ്റെ ആത്മാവിനെ പകരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ത്യകാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ ദൈവം സകല ജഡത്തിന്മേലും സകല ജാതികളിലും ജനത്തെ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ച് പുത്രിമാരും പ്രവചിക്കുന്നൊരു അനുഭവം. വൃത്തന്മാർ സ്വപ്നങ്ങളെ കാണുന്ന ദാസന്മാരുടെ പേരും ആത്മാവിനെ പകർന്ന് അവർ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായ ശുശ്രൂഷകളിലേക്ക് ദൈവം ഒരുക്കിയെടുക്കും കാലഘട്ടമായത്. ഈ വാഗ്ദത്തം എത്ര യാഥാർത്ഥ്യമാണ് ചിന്തിക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രൈസലോർഡ് എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് നാളിൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആരോഹണം ചെയ്തപ്പോൾ ഈ വാക്യങ്ങളിൽ വിവരിക്കുന്ന പ്രവചനം നിവൃത്തിയായെന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ച വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17 തൊട്ട് 21 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വചനം അവിടെ പൂർത്തീകരിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ 32-ാം വാക്യം പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിന്റെ 10:13 ഉദ്ധരിച്ചുകൊണ്ട്, യഹൂദനെന്നോ പുറംജാതിയെന്നോ വ്യത്യാസമില്ലാതെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നും ലൂക്കോസ് 3:6 സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണുമെന്നും ഇവിടെ പറയാം. അപ്പം വാഗ്ദത്തങ്ങളെല്ലാം യോബേൽ പ്രവാചകന്റെ ദൈവം നമുക്ക് അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങൾ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 100 മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ഈ വാഗ്ദത്തം നിറവേറിയ അന്ന് തൊട്ട് ഈ 2025 വർഷമായിട്ട് ഈ വചനം ജീവനോടെ ഇന്നും നിലനിൽക്കുന്നു. അനവധി ആളുകളുടെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ, അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് അവരുടെ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി വില കൊടുത്തവരുണ്ട്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരുണ്ട്. കർത്താവിന് വേണ്ടി കഷ്ടതയിലൂടെ കടന്നുപോയവരുണ്ട്. വളരെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടവരുണ്ട്.
അങ്ങനെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുമ്പിൽ വ്യതിചലിക്കാതെ വാഗ്ദത്തങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോയവരാണ് ആദിമ സഭയുടെ വിശ്വാസികൾ. അവരെ പിന്തുടർന്ന് ഒരു തലമുറയെ വീണ്ടും ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തം ചെയ്യാം. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ഈ അഭിഷേകം, ഈ ആത്മാവിന്റെ പകർച്ച ഇന്നും സഭകളിൽ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവിന്റെ പകർച്ച സഭകളിൽ നടക്കുന്നത് കാണുമ്പോൾ ഒരു കൂട്ടം ജനം അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും പരിഹസിക്കുകയും അല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് കോമഡികൾ ഉണ്ടാക്കി പണം ഉണ്ടാക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം വലിയ ന്യായവിധിയിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. പലരും ഇന്ന് ഭൂമിയിലില്ല, പലർക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് എന്റെ ഏരിയ. ഇപ്പം ദൈവം തന്റെ ആത്മാവിനെ അല്ലെങ്കിൽ മാനവജാതിയുടെ മേൽ പകരുമ്പോൾ അത് പുരോഹിതന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും മാത്രമല്ല, സാധാരണക്കാരായ സകല മാനവജാതിയുടെ മേലും ആമീൻ പകരുമെന്ന് പ്രവാചകൻ പറയുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം പകരുന്നത് പുരോഹിതന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും മാത്രമല്ല, സകല ജാതികളുടെ മേലും. മാനവകുലത്തിലുള്ള എല്ലാവരുടെയും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ പുടിരി തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന ശ്രോതാവി, നീ കർത്താവാൻ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നീ യേശുവിനോട് വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ, കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ, ജീവിത വിശുദ്ധിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിന്റെ മേലും പരിശുദ്ധാത്മാവിനെ പകരും. നീ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. മാത്രമല്ല, ജീവപുസ്തകത്തിൽ നിന്റെ പേരെഴുതും. അപ്പോൾ തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ നിനക്ക് പ്രത്യാശയോടെ കാണാനും കഴിയും. വ്യക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ മരണത്തിനപ്പുറമുള്ള ജീവിതം കാണണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ തിന്നുകുടിച്ച് ആനന്ദിച്ച് കുളച്ചുമതിച്ച് ഇവിടെ കൊണ്ടല്ലേ അവസാനിച്ചു എന്ന് പറയുന്നവരുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിങ്ങളും പോകാതെ എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ എവിടെ അവസാനിക്കുന്നു അവിടുന്ന് ഒരു തുടക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ആ തുടക്കത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെട്ടവനാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തം നീ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിനക്ക് സന്തോഷിപ്പാൻ പ്രത്യാശിപ്പാൻ ഏറെ വകയുണ്ടാകും. അല്ല, നീ ദൈവവചനത്തെ കേട്ടിട്ടും അതുകൊണ്ട് കോമഡികൾ ഉണ്ടാക്കി പണം ഉണ്ടാക്കി ദൂർത്തടിച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി ഭയാനകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്നും അല്ലെങ്കിൽ ലഭിക്കുന്ന മഹാശ്രേഷ്ഠമായ കാര്യങ്ങളാണ് കൃപയുടെയും യാചനയുടെയും ആത്മാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്തോത്രം ഒരു അനുഭവമാണ് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ കൃപയുടെയും യാചനയുടെയും ആത്മാവ് ദൈവം തന്റെ വിശുദ്ധന്മാരുടെ മേൽ പകരാൻ ആഗ്രഹിക്കുമ്പോൾ അത് പ്രാപിക്കുവാനുള്ള ഒരു ആഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അത് നമ്മുടെ മേൽ പകരുക മാത്രമല്ല, നാം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ തലമുറകളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് സഭയിലേക്ക് ദൈവം പകരാൻ ആഗ്രഹിക്കും. ദേശത്ത് എല്ലായിടത്തും ദൈവം ആ കൃപയുടെ യാചന ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുന്നു, മുഖപക്ഷം കൂടാതെ. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. വചനത്തെ വിശ്വസിക്കണം, വചനത്തെ അനുസരിക്കണം. കാലം അധികമില്ല ശ്രോതാവേ, നമ്മുടെ സമയം തീരാറായി. നാം ഇവിടെ ഒഴിഞ്ഞു കൊടുക്കണം. ഈ കൂടാരം പൊളിയ സമയമായി. ഈ കൂടാരത്തിൽ വസിക്കുമ്പോഴാണ് കൃപയുടെ യാചനയുടെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളെയൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും വിശ്വസിക്കുവാനും വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുകയും വിശ്വസിക്കുന്നത് പ്രായോഗികമായ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ മേൽ പകരുന്ന അഭിഷേകത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുന്നവരായിരിക്കണം. രക്തം ചെയ്യും. നോക്കിയാട്ട് നമ്മുടെ ചുറ്റിലും ആയിരക്കണക്കിന് കോടാനുകൂടി ജനങ്ങൾ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുക. സ്തോത്രം. നിരാശയുടെയും ദുഃഖത്തിന്റെ നടുവിൽ പലരും അകപ്പെട്ട് ജീവിതത്തിനെ അവസാനിക്കുന്നു. രക്തചയം. പല കുടുംബങ്ങൾക്കകത്തും നിലവിളിയുടെ ശബ്ദമാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ്? ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിന്റെ മോഹസുഖങ്ങൾ അകപ്പെട്ട് ഈ ലോക ജീവിതം നയിക്കുന്നവൻ ഒരിക്കലും സ്വസ്ഥതയുണ്ടാകത്തില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവ്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വീണ്ടെടുക്കുവാനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ കൃപയുടെ യാചന ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിലെ നിരാശകളെ ദൈവം നീക്കിയിട്ട് ദുഃഖങ്ങളെ മാറ്റിയിട്ട് ആ മനുഷ്യന് ദൈവ സന്തോഷം പകരാൻ തുടങ്ങും. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് ഏറ്റവും വലുത്.
അല്ലെങ്കിൽ വാക്തത്വങ്ങളെ നാം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, വാക്തത്വങ്ങളെ നാം മുറുകെ പിടിക്കുക, വാക്തത്വങ്ങളിൽ വിശ്വസിക്കുക. ഇത് മാനുഷികമായ ശബ്ദമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. ലോകം നമുക്ക് ഒരുപാട് വാക്തത്വങ്ങൾ തരും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അനവധി പാർട്ടികൾ നമ്മുടെ വീടുകൾ തോറും കയറിയിറങ്ങി അനവധി വാക്തത്വങ്ങൾ പകരും. ആ വാക്തത്വങ്ങളെല്ലാം അല്ലെങ്കിൽ വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ ഹല്ലേലൂയ, ദൈവം വിശുദ്ധ വേദപുസ്തകങ്ങളുടെ സത്യവേദപുസ്തകം നമുക്ക് പകർന്നു നൽകുന്ന ദൈവീയ വാക്തത്വങ്ങൾ പെന്തക്കോസ്ത് നാളെ തൊട്ട് ഇന്ന് വരെ യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്തത്വം സകറിയ പ്രവാചകരുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ കൃപയുടെ യാതൊരു ആത്മാവിനെ ദൈവ സകലം പേരും പകരുക, രക്തം ചെയ്യും. താങ്കൾ വിശ്വസിക്കുന്നു? താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റ ദൈവം തരാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ കാലങ്ങൾ എത്ര ജീവിച്ചു എന്നുള്ളതല്ല, ഇവിടെ അടിച്ചു പിടിച്ച് ജീവിക്കുന്നതല്ല സുഖം. നിങ്ങളിവിടെ ജീവിക്കുമ്പോൾ തന്നെ യേശുവിന് നിങ്ങൾ ഹൃദയം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ, ഈ ജീവിതത്തിനപ്പുറത്തുള്ള ജീവിതത്തെ നിങ്ങൾക്ക് ആത്മീയ കണ്ടുകൊണ്ട് കാണാം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത്. ഇവിടെ എങ്കിലും ദൈവത്തിന്റെ വിളി നിരസിക്കുന്ന സകല ജാതികളുടെ പേരും അവന്റെ ന്യായവിധി വരുമെന്നും ഇവിടെ വിശദമാക്കുക. ദൈവത്തിന്റെ വിളിയെ നിരസിക്കുന്നവർ ദൈവം പലതവണ നിങ്ങളെ വിളിക്കും. ദൈവദാസന്മാരിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, പ്രവാചക ശബ്ദത്തിലൂടെ, ദർശനത്തിലൂടെ, ഹല്ലേലൂയ, ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വിളിയെ നിരസിക്കുന്നവർക്കെല്ലാം ഹല്ലേലൂയ ന്യായവിധി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:30-31 വാക്യങ്ങൾ വായിക്കുന്നത്. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയാവിയും ഹല്ലേലൂയ പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഹല്ലേലൂയ. അപ്പൊ ന്യായവിധി വരും. കർത്താവിന്റെ വചനത്തെ നിരസിച്ച് ജീവിച്ച്, കർത്താവിന്റെ വിളിയെ നിരസിച്ച് ജീവിക്കുന്ന ഭോഗാവേ, നിന്റെ മേൽ ന്യായവിധിയുടെ കരം വെളിപ്പെടുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ യോവേൽ പ്രവാചകരുടെ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം പെന്തക്കോസ്ത് നാൾ നിറവേറും. സക്കറിയ പ്രവാചകൻ പറയുകയാണ്, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ പേരും യെരൂശലേം നിവാസികളുടെ പേരും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഓർത്തിരിക്കുക, കൃപയുടെയും യാചന ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു കഴിയുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമല്ലേ. കാരണം ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടുന്നതല്ല, ദൈവം നമുക്ക് തരുന്നതാണ്. നമ്മുടെ സൃഷ്ടമായ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷകനായ, നമ്മെ പാപത്തിന് വേർതിരിച്ച് നമുക്ക് സമാധാനം ജീവിതം തന്ന, സ്വസ്ഥമായ ജീവിതം തന്ന, പ്രത്യാശ തന്ന, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ദർശനം തന്ന നമ്മുടെ കർത്താവാണ് ഈ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ നമ്മുടെ പകരുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കണം. അപ്പൊ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്തം ചെയ്യും എന്ന് പറഞ്ഞ് അതിന് ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ വാക്യം യോഹന്നാന്റെ 19:37 ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ അത് നിവൃത്തിയാകുന്ന കാര്യം പറയുന്നു. യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കൊത്തി തുറന്ന് മനുഷ്യമാക്കളായിരുന്ന റോമൻ പടയാളികൾ ആയിരുന്നുവെങ്കിലും അതിൽ ഇസ്രായേലിന് വലിയ പങ്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവർ കുത്തിക്കലിലേക്ക് നോക്കുമെന്ന് പറയുമ്പോൾ സ്തോത്രം, മനുഷ്യാത്മാക്കളായിരുന്ന റോമൻ പടയാളികളാണ് ഹല്ലേലൂയ യേശുവിനെ ക്രൂശിച്ചുവെങ്കിലും യഹൂദന്മാരുടെ പങ്കൊട്ടും ചെറുതല്ലെന്ന് ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, നാം ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ, സുവിശേഷം പറഞ്ഞുകൊണ്ടുവരുമ്പോൾ, സുവിശേഷം ലോകമെമ്പാട് പ്രസംഗിച്ചുകൊണ്ട് വഴിത്തെരുവുകളിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ജാതികളായിരിക്കുന്ന ജനം ദൈവജനത്തിലെ ആക്രോശമായി കടന്നു വരുന്നത് കൂടാതെ അന്ന് യഹൂദൻ യേശുവിന് നേരെ തിരിഞ്ഞതുപോലെ ഇന്നും ക്രൈസ്തവ സമൂഹം ദൈവജനത്തിന് നേരെ എഴുതുന്ന കാണാൻ കഴിയും. പണ്ടൊരിക്കൽ കണ്ടില്ല, ഒരു പരസ്യവും നടന്നു. ഒരു ക്രൈസ്തവനാണ്, അദ്ദേഹം വന്ന് ബുള്ളറ്റൊക്കെ അങ്ങോട്ട് വെച്ചിട്ട്, ആലപ്പുഴയെന്ന് തോന്നുന്നു, ബുള്ളറ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് അദ്ദേഹം കുറെ കസർത്ത ചോദ്യങ്ങളും കുറെ വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹം പള്ളിയിൽ പോകുന്നയാളോ, അദ്ദേഹത്തിന് സുവിശേഷം കേട്ടിട്ടില്ല, അദ്ദേഹം സുവിശേഷം എന്താണെന്നറിയത്തില്ല, യേശു ആരെന്നറിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്ന സത്യസുവിശേഷ വിശ്വാസികളെ അദ്ദേഹം ആക്രോശിക്കുന്നവരുണ്ടല്ലേ. അത് നിന്റെ പിന്നെ ദൈവത്തിന്റെ ന്യായവിധി വരെ സമയമായി അല്ലേ. അപ്പം യേശുക്രിസ്തു ക്രൂശീകരണത്തിൽ യഹൂദന്റെ പങ്കൊട്ടും കുറവല്ലായിരുന്നു, ചെറുതല്ലായിരുന്നു എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിലും ദൈവസഭയെ, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, അപമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ക്രൈസ്തവ ജനത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. നിനക്കൊരു ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ടോ. ഹല്ലേലൂയ.
ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുന്നത് ക്രിസ്തു അല്ലെങ്കിൽ മടങ്ങി വരുമ്പോൾ അവനെ കുത്തി തുളച്ച ഇസ്രായേൽ ജനം ആ മുറിവ് കാണാനിടയാകുമ്പോൾ താങ്കളുടെ പൂർവ്വപിതാക്കന്മാർ ക്രിസ്തുവിനോട് കാണിച്ച കൊടും ക്രൂരത അവർക്ക് ബോധ്യമാകും. ഇവിടെ കർത്താവ് യേശുക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോഴേ അല്ലേറിയ ജനമെല്ലാം അവന്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ തങ്ങളുടെ പിതാക്കന്മാർ അല്ലേറിയ റോമൻ പടയാളികളോട് ചേർന്ന് യഹൂദാഞ്ജനം ചെയ്ത ആരാണ് തങ്ങളുടെ പിതാക്കൾ ചെയ്ത യേശുക്രിസ്തുവിന്റെ ചെയ്ത കൊടും ക്രൂരതയുടെ അനുഭവത്തെ ആ തലമുറ മനസ്സിലാക്കും. അല്ലേറിയ സ്തോത്രം. അല്ലേറിയ ഒരു പിതാവ് തന്റെ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ ഇസ്രായേൽ ജനം മുഴുവനായി ആ മഹാപ്രതാപകാലം കഴിക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ലേറിയ അതുകൊണ്ടാണ് ജീവനോടെ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞ കൃപയുടെ യാചന ആത്മാവിനെ പ്രാപിച്ചു തെറ്റിതിരുത്തി മടങ്ങി വരണമെന്ന്. നിന്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വെച്ച പാപത്തിലൂടെ പോകാതെ നിന്റെ പൂർവ്വപിതാക്കന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച സമയത്ത് അവരുടെ പങ്ക് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് അവർ ന്യായത്തിലേക്ക് പോകുന്ന പോലെ നീ ന്യായത്തിലേക്ക് പോകാതെ അല്ലേറിയ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനേ, നീ മടങ്ങി വന്ന് യേശുവിന്റെ ഹൃദയം കൊടുത്താൽ നിന്റെ സകല പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഈ ലോകത്തിന് ആരും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരത്തില്ല. ഈ ലോകത്തിൽ ആരും നമ്മുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചു തരാനില്ല. ലോകം നമ്മുടെ പാപം ക്ഷമിച്ചാലും അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അല്ലേറിയ ഒരിക്കലും ഒരുത്തന്റെ മേൽ കള്ളൻ എന്നൊരു വാക്ക് വീണാൽ അല്ലേറിയ ആ കള്ളൻ എന്നുള്ള വാക്ക് എല്ലാ കാലത്തും നിൽക്കും. അവൻ എത്ര മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാലും എത്ര വിശുദ്ധനായി ജീവിച്ചാലും ജനം അവനെ കാണുമ്പോൾ പറയും അവനെ പണ്ടത്തെ കള്ളനാണെന്ന്. അങ്ങനെയാണ് ലോകം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനോടാണ് നിന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ ആമേൻ നിന്റെ മേൽ മുമ്പുണ്ടായിരുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളെ പാപത്തിന്റെ പ്രവൃത്തികളെ ആമേൻ അന്ന് നിന്റെ മേൽ ജനം ചാർത്തി ആ പേരിനെ ദൈവം എടുത്ത് ആ പാപത്തെ ദൈവം എടുത്ത് സമുദ്രത്തിന്റെ ആഴങ്ങൾ എറിഞ്ഞു കളഞ്ഞിട്ട് നിന്നെ പിന്നെ കള്ളനെന്ന് ദൈവം വിളിക്കത്തില്ല. അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിനക്ക് തന്നിട്ട് നിന്നെ ദൈവം പ്രിയ മക്കൾ, പ്രിയ മകനെ, പ്രിയ മകളെ എന്നാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ പാപം ക്ഷമിച്ചു തരാൻ കഴിയത്തുള്ളൂ. ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഒരു മതപുരോഹിതനും കഴിയില്ല. അല്ലേലെ ഒരു മതപുരോഹിതനും ഭൂമി മനുഷ്യന്റെ പാപം ക്ഷമിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മതത്തിന്റെ പുരോഹിതന്മാരും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജഡത്തിൽ ജനിച്ചവരും ജഡത്തിൽ ജീവിക്കുന്നവരും ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെല്ലാം കണ്ടും കേട്ട് വളരുന്നവരുമാണ്. വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ പ്രച്ഛന്ന വേഷം ധരിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ വിശുദ്ധനാകുന്നില്ല. മറ്റൊരാളെ പാപം ക്ഷമിച്ചു കൊടുക്കാൻ ഒരു മതപുരോഹിതനും കഴിയില്ല. അല്ലേറിയ അവിടെ പാപത്തെ ക്ഷമിക്കുവാൻ മതമേലാളന്മാരടക്കം പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാപങ്ങൾ നമ്മൾ യേശുവിനെ ഏറ്റു പറയണം. അല്ലേറിയ പാപങ്ങൾ കുമ്പസാരക്കൂട്ടിലല്ല ഏറ്റു പറയുന്നത്. കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറയുന്നതല്ല പാപമോചനം എന്ന് യേശുവിനോട് ഏറ്റു പറയുന്നതാണ്. അല്ലേറിയ ഞങ്ങൾക്ക് ദൈവവചനം ശുശ്രൂഷിക്കും ദൈവസഭയുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ ഞങ്ങൾ അനവധി ഭവനങ്ങൾ കയറിയും സുവിശേഷം പറയും അനേകരെ രക്ഷയിലേക്ക് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങൾ അവരുടെ ജീവിത സാഹചര്യം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അവരോട് ക്ഷമിച്ചു നിന്റെ പാപം മോചിച്ചു എന്നല്ല ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. നീ എത്ര കൊടിയ പാപിയായിരുന്നാലും നിന്റെ പാപങ്ങൾ എത്ര വലുതായിരുന്നാലും രക്തം വരെ ചുമന്നിരുന്നാലും അമ്മ കടൽ ചൂപ്പായിരുന്നാലും അതിനെ കഴുകി വെടിപ്പാക്കി എടുക്കുവാൻ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ പാപം യേശുവിനോട് ഏറ്റു പറയാൻ ഞങ്ങളവരോട് പറയും. ഞങ്ങൾ മതത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾ ഈ സമുദായത്തിൽ ഇപ്പൊ ദൈവസഭയുടെ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളോട് പാപം ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ യേശുവിനോട് നിന്റെ പാപം ഏറ്റുപറയും നിന്റെ ഹൃദയം തുറന്ന് നീ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അനുദപിച്ച് യേശുവിനോട് നിന്റെ പാപം ഏറ്റുപറയുമ്പോൾ നിന്റെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അല്ലേറിയ പാപപരിഹാരം ദൈവം നിന്നെ മകനാക്കി മകളാക്കി മാറ്റി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ പൂർവ്വപിതാക്കന്മാർ യേശുവിനോട് ചെയ്ത ക്രൂരതയുടെ അനുഭവത്തിൽ ഇന്ന് നീ ദൈവത്തിന്റെ ന്യായത്തിലൂടെ എന്റെ കുടുംബം പാപത്തിലൂടെ ശാപത്തിലൂടെ ബന്ധനത്തിലൂടെ കടന്നുപോവുകയാണോ? പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂതാണ്. ഇന്ന് പകൽ നീ മടങ്ങി വന്ന് യേശുവിൽ പാപം ഏറ്റു പറയുന്നെങ്കിൽ യേശുവിനോട് നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ ദൈവം ആ നിമിഷം കൃപയുടെ ഈ യാചന ആത്മാവിനെ നിനക്ക് നിന്റെ മേൽ പകരും. രക്തം ചെയ്യും. മടങ്ങി വരണം കേട്ടോ. രക്തം ചെയ്യും. എന്തിനാണ് സുവിശേഷം ഇങ്ങനെ പ്രസംഗിക്കുന്നത്? നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. ചിലർ നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭാര്യ വെറുതെ ചെയ്യുന്നത് തിന്നാൻ വേണ്ടിയിട്ട്, ഇവർക്ക് വരെ പണിയൊന്നുമില്ല, ജോലി ചെയ്ത് ഇവർക്ക് ആരോഗ്യമില്ല എന്നൊക്കെ പലരും ചോദിക്കാം. ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്.
ഞങ്ങൾക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ആമേൻ. ഞങ്ങൾക്ക് പണിയെടുക്കാൻ മടിയുണ്ടായിട്ടല്ല ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിപ്പിന്. എന്തിനാ? നിന്നെ പോലുള്ള പാപികൾ, ഇങ്ങനെ ചോട്ടിച്ചിനുമായി കടന്നു വരുന്ന പാപിയായിരിക്കും നിനക്ക് മാനസാന്തര സന്ദേശം നൽകി തന്ന് ആമേൻ നിന്റെ ആത്മരക്ഷയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്. അല്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പലരും പറയുമ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് സുവിശേഷം മുഖാന്തരം കൂടെ. അല്ലേലി ആരുടെയും പണം മോഹിച്ചോ വെള്ളി മോഹിച്ചോ പൊന്നു മോഹിച്ചോ ഒന്നല്ല ചെയ്യുന്നത്. കർത്താവിലേക്ക് തന്ന രക്ഷയെ ഞങ്ങൾ വിളിച്ചു പറയാം. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവേ, നാളുകൾ എത്രയാ നിന്റെ കുടുംബത്തിനകത്ത് ഇരുളിന്റെ പ്രവർത്തികൾ വ്യാപരിച്ചിട്ട് മാറി മാറി നീ എന്തെല്ലാം തന്ത്രങ്ങളും മന്ത്രങ്ങളും ചെയ്തു നോക്കി, എവിടെല്ലാം നീ കയറിയിറങ്ങി, എവിടെല്ലാം നടന്ന്, എവിടെല്ലാം നിറച്ചു കാഴ്ചകൾ നടത്തി, എന്തെല്ലാം നീ ചെയ്തു കൂട്ടി, ആഞ്ഞെല്ലാം നീ കണ്ട്, എന്നിട്ട് നിനക്കൊരു മറുപടിയുണ്ടോ? ഇന്ന് നീ പഴയ അനുഭവത്തിലല്ലേ? അല്ലേലൂയ. കാരണം എന്താ? നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നീ പറയേണ്ടവനോട് നീ പറഞ്ഞില്ല. പ്രൈസ്. നിന്റെ പ്രശ്നങ്ങളെ പറയേണ്ടവരോട് പറയണം, മനുഷ്യനോടല്ല നിന്റെ പ്രശ്നം പറയേണ്ടത്. നിന്റെ പ്രശ്നങ്ങളെ പറയേണ്ടത് യേശുവോട് പറയണം. അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങളെ പലരും സമീപിക്കും, പ്രശ്നമായി സങ്കടമായി സമീപിക്കുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങളതിന് പരിഹാരം പറഞ്ഞു തരാം. ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, യേശുവിന്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, യേശു നമ്മളെ കരുതുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സമാധാനമുണ്ടല്ലോ. അല്ലേരിയ. അങ്ങനെയൊക്കെ ഞങ്ങൾ മാനസാന്തരപ്പെട്ടു. ഞാനൊക്കെ കൂടും ക്രൂര സ്വഭാവത്തിൽ നടന്ന ആളാണ്, കൂടും ക്രൂരനായി നടന്നൊരാളാണ്. മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാതെ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞ നാട്ടിലും സമൂഹത്തിനും നിയമത്തിനും ആമി ഉപദ്രവകാരിയെന്ന കൂടും ക്രൂരനായിരുന്ന എന്റെയൊക്കെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നതാണ് ഇന്ന് സുവിശേഷം പ്രസംഗിക്കാൻ കാരണമായത്. ലേവിയ. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചൊരു രക്ഷയുണ്ട്. ഞങ്ങളെ ന്യായവിധിയിൽ നിന്ന് വിടുവിച്ച ദൈവമുണ്ട്. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത ക്രൂരതയുടെ ശാപം ഞങ്ങൾ അനുഭവിച്ചിരുന്നു. ഞാനൊക്കെ അനുഭവിച്ചു. അതിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇന്ന് ഞാൻ കൃപയുടെ യാചനയുടെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് എൻ്റെ കർത്താവിന്റെ സുവിശേഷം വിളിച്ചു പറയുന്നത് രക്തം ചെയ്യും. അതുകൊണ്ട് നീ മടങ്ങി വന്ന നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ ദൈവം മാറ്റും. നീ ശാപം മാറാൻ വേണ്ടി എവിടെല്ലാം നീ പോയി, നിന്റെ കുടുംബത്തിന്റെ ശാപത്തിന് കെട്ടഴിക്കാൻ, ശാപത്തിന് അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി നീ എവിടെല്ലാം പോയി, ആരുടെല്ലാം മുമ്പിൽ പോയി. ഇന്ന് വരെ നിന്റെ ശാപം മാറിയോ? നിന്റെ കുടുംബത്തിന് ശാപം കിടക്കുക. നിന്റെ പിതാക്കന്മാർ ചെയ്ത ക്രൂരതയുടെ ഫലമായി ആമീൻ അവരുടെ പാപങ്ങൾ, പിതാക്കന്മാരുടെ പാപങ്ങൾ മക്കളെ മേലും അവരുടെ മക്കളിൽ 1000 തലമുറ വരെ വരുമെന്നാണ് നമ്മൾ ആമീൻ സ്തോത്രം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവം കത്ത് കൽപ്പന തരുമ്പോൾ ഇപ്പം പാപം നിന്റെ കുടുംബത്തെ വേട്ടയാടുക, നിന്റെ തലമുറ വേട്ടയാടുക, നിന്റെ ഭാര്യയെ വേട്ടയാടുക, ഭർത്താവിനെ വേട്ടയാടുകയാണ്. പാപം നിന്റെ കുടുംബത്തിൽ വസിക്കുന്നതാണ്, പാപം നിന്റെ കുടുംബത്തിൽ കുടിയിരിക്കുന്നതാണ് നിന്റെ കുടുംബത്തിന്റെ നാശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ആ നാശത്തെ മാറ്റുവാൻ, ആ ശാപത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്നതും ഹല്ലേലൂയ ക്രൂശിൽ മരിച്ചതും. ഹല്ലേലൂയ. ക്രൂശിനെ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവന്റെ രാത്രികന്റെ 3:13 വായിക്കുന്ന പോലെ നിനക്ക് വേണ്ടി യേശു ക്രൂശിനെ ശപിക്കാൻ ശാപമായി തീർന്നു. അതുകൊണ്ട് നീ ഇത് പകൽ യേശുവിന്റെ ഹൃദയം കൊടുക്കണം. യേശുവിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. ഇവിടെ ദൈവത്തിന് ഒറ്റ വാക്യം കാണുന്നുണ്ട്. ആമി സ്തോത്രം, നിങ്ങൾ സ്തോത്രം വിജയത്തോടു കൂടി ഓടി തീർക്കണമെന്നും വിശുദ്ധിയെ അവസാനം വരെ കാത്തു സൂക്ഷിക്കണമെന്നും വിജയികളായി ശോഭിക്കണമെന്നും കൃപയുടെ ആത്മാവിന്റെ യാചന ആത്മാവിൽ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കണമെന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയികളായി ഓടണം, വിജയികളായി ശോഭിക്കണം. ഓട്ടത്തിന്റെ അവസാന നാളുകൾ വരെ ജീവിത വിശുദ്ധിയോടെ കൃപയുടെ യാചനയുടെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ആമീൻ മറ്റുള്ളവർക്ക് മാതൃകയായി വിശുദ്ധിയോടെ ഓടണം. രക്തം ചെയ്യും. അശുദ്ധിയിലേക്ക് നീ പോകരുത്, മലിനതയിലേക്ക് പോകരുത്. ലോകം മുഴുവൻ അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു, പാപം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ മുഴുവൻ പാപം ആവസിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. പാപം നിറഞ്ഞ ലോകത്തിലാണ് ദൈവം ആമീൻ വിശുദ്ധന്മാരെ വേർതിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്റെ ഓട്ടം നീ ഓടി അവസാനിപ്പിക്കണം. ആമീൻ എന്റെ കൃപയുടെ യാചനയുടെ ആത്മാവിനെ ആമീൻ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട്, അപ്പൊ നിങ്ങൾ വിശുദ്ധീകരിച്ചു കൊണ്ട് ഇരിക്കണമെങ്കിൽ, ക്രിസ്തുവിന്റെ തേജസ്സേറിയ വരവിലേക്ക് നിങ്ങളെ ഒരുക്കിയെടുക്കണമെങ്കിൽ കൃപയുടെ യാചനയുടെ ആത്മാവ് നിങ്ങളുടെ മേൽ വേണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ നിങ്ങളെ കർത്താവിൽ എടുക്കപ്പെടണമെങ്കിൽ, കർത്താവിൽ നിങ്ങൾ ചേർക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. രക്തം ചെയ്യണം. പാപത്തിന്റെ വെടിയിൽ വിട്ട് മടങ്ങി വരണമെന്ന് ദൈവത്തിനും പറയുക. ഹല്ലേലൂയ.
ഇവിടെ നാം ദൈവത്തിനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ദൈവം അനുവദിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ എത്രയോ പ്രാവശ്യം നിന്റെ വീട്ടിനകത്ത് തന്നിട്ടുണ്ട്. എത്രയോ ദൈവദാസന്മാർ നിന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ട്. അവരെ നീ പുച്ഛത്തോടെ കണ്ട് പുച്ഛത്തോടെ അവരെ പറഞ്ഞയച്ചിട്ടില്ലേ? പുച്ഛത്തോടെ നീ അവരെ വാട്ടി ഓടിച്ചിട്ടില്ലേ? അവർ തന്ന ട്രാക്റ്റുകളും സുവിശേഷ പ്രതികളും നീ വലിച്ചു കയറി കളഞ്ഞിട്ടില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ പട്ടണത്തിലൂടെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ സുവിശേഷമായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരിക്കൽ ഞങ്ങൾ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഹല്ലേലൂയ, പൊന്നാനി എന്ന് കുറച്ച് ദൂരിട്ട് മാറിയ ഞങ്ങളൊരു സ്ഥലത്ത് ട്രാക്ട് വിതരണമായി കടന്നുപോയി. അന്ന് ആയിരക്കണക്കിന് സുവിശേഷപ്രതി പുതിയ നിയമ ന്യൂ ടെസ്റ്റ്മെന്റ് പുതിയ നിയമ പുസ്തകം ഞങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ തീരദേശവാസികൾക്കെല്ലാം കൊടുത്തു. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത് ചെല്ലുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് കുറെ യൗവനക്കാരിപ്പുണ്ട്. അവരാദ്യമൊക്കെ ഞങ്ങളോട് തട്ടിക്കയറിയെങ്കിലും പിന്നീട് എന്ത് ചെയ്ത് ഞങ്ങൾ കൊടുത്ത സുവിശേഷ പ്രതിയെല്ലാം സന്തോഷത്തോടെ വാങ്ങി. പുതിയ നിയമ വേദപുസ്തകം അനവധി വാങ്ങി. ഞങ്ങൾ അവർക്ക് സന്തോഷത്തിൽ കൊടുത്തു. ഞങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഞങ്ങൾ കൊടുത്ത അപ്പുറത്തുള്ള വീടുകളെല്ലാം കയറി ഇറങ്ങിച്ച് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പുസ്തകങ്ങളും ട്രാക്റ്റുകളും എല്ലാം അവർ വലിച്ചു കയറി ചിഹ്നമായിട്ടിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നിയെങ്കിലും ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്തല്ലോ. കീറി മുറിച്ചത് അവരല്ലേ, കീറിക്കളഞ്ഞത് അവരല്ലേ, ചവിട്ടി വിധിച്ചത് അവരല്ലേ. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നാളുകൾ കഴിഞ്ഞ് അതിനു മുമ്പ് നമുക്കറിയാം 2018 ജലപ്രളയം വന്നു. 2018 ജലപ്രളയം വന്നപ്പോൾ ആ കോളനി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. അനവധി ആളുകളുടെ വീടും ധനങ്ങളും അവരുടെ വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട അനവധി ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്തത്. അല്ലേ? അത് കൃപയുടെ യാചന ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ വിശുദ്ധന്മാർ നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ, സുവിശേഷപതിയുമായി കടന്നു വരുമ്പോൾ നീ അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ തള്ളി ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, അവർ കൊടുത്ത ട്രാക്ടർ നീ പിച്ച് ചിന്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് ന്യായവിധി വരും. ഹല്ലേലൂയ. ഭീഷണിപ്പെടുത്തുകയാണല്ലോ. ഭീഷണിപ്പെടുത്തി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പറയുള്ളൂ, ഞാൻ മുമ്പൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ വീട്ടിൽ ചുറ്റും എൻ്റെ വീട്ടിൽ ചുറ്റും ഒരുപാട് പെന്തക്കോസ്ത് പള്ളി ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് പള്ളിക്കാർ ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് ഭയങ്കര ഡ്രമ്മടിച്ചതാണ്. ഇപ്പോഴും ഞങ്ങളുടെ പള്ളി ഞങ്ങൾ കിടന്നാൽ എൻ്റെ വീടിൻ്റെ വലിയ സ്വതന്ത്രം ഒരു 15 അടിയിലെ പെന്തക്കോസ്ത് പള്ളി ഇരിക്കുന്നത്. അന്ന് അവർ ഭയങ്കര തമ്പേറൊക്കെ അടിച്ച് പാടുമ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, ഞങ്ങൾ വിശുദ്ധന്മാരില്ലേ. അപ്പം ഞങ്ങളൊക്കെ എന്ന് അവരെ വളരെ ചീത്ത ഗസപ്പി വിളിച്ച് പറയുകയും ചെയ്യും. പക്ഷേ അന്ന് അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം പിന്നത്തേത് എന്ത് ചെയ്തു? അങ്ങനെ തമ്പേറടിച്ച് പാടുന്ന കൂട്ടത്തിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചു. ഹല്ലേലൂയ. കർത്താവ്, നിങ്ങളല്ല വിശുദ്ധന്മാർ, നിങ്ങൾക്ക് പള്ളിയുണ്ട്, പ്രമാണമുണ്ട്, വേഷഭൂഷാദി കഴിഞ്ഞ മത നേതാക്കന്മാരുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ വിശുദ്ധന്മാർ അവരല്ല. വിശുദ്ധന്മാർ കൃപയുടെ യാചനയുടെ ആത്മാവിനെ പ്രാപിച്ച് സഭയിൽ വന്നിരും ദൈവത്തെ പാടി ആരാധിക്കുന്നവരാണെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് കുറ്റം ബോധ്യമായത്. പിന്നെ കർത്താവിന് വരുമ്പാടുകൊണ്ട്, കർത്താവെ, അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് തരണമേ, അറിയാതെ വെച്ച തെറ്റുകൾ ക്ഷമിക്കണമേ. അന്ന് തൊട്ട് ഇന്ന് വരെ കൃപയുടെ യാചനാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണത്തിന് വേണ്ടിയിട്ടല്ല, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി. എൻ്റെ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ കുടുംബത്തിനകത്ത് മദ്യപാനി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ലഹരിക്ക് അനുഭവപ്പെടാത്ത ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ സകല ജാതികൾ, ഇന്ന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അല്ലേലൂയ, അതിൽ വിവിധ ജാതികൾ, അല്ലേലൂയ, അങ്ങനെയുള്ള സകല കുടുംബത്തിനകത്ത് ഇന്ന് ലഹരി ഉപയോഗിക്കാത്ത ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ? പുകവലിക്കാത്ത ആരെങ്കിലും നിന്റെ വീട്ടിലുണ്ടോ? പന്നശാലകളും തമ്പാക്കുകളും വെറ്റമുറുക്കുകയും ചെയ്യാത്ത അശുദ്ധമായ ജീവിതം നയിക്കാത്ത ആരെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടോ? ഏതെങ്കിലും കുടുംബത്തിലുണ്ടോ? അല്ലേലൂയ, ഇല്ല. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാം കുടുംബം ലഹരി കടിമകളായി മാറി. സാത്താൻ നിങ്ങളുടെ കുടുംബത്തെ പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു, പാപത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു. അതിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അന്തികകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും ഇസ്രായേലിന്റെ എൻ്റെ കൃപയുടെ യാതൊരു ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തം ദൈവം കഴിഞ്ഞ 2025 വർഷമായിട്ട് നിറവേറിക്കൊണ്ടിരിക്കുന്നു. നീ വിശ്വസിച്ച് വന്നാൽ നിന്റെ കുടുംബത്തിനകത്ത് ഈ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടും. അങ്ങനെ നിന്റെ കുടുംബത്തിലെ നിന്റെ മക്കളുടെ ലഹരി ഉപയോഗം നിനക്ക് കുറയ്ക്കാൻ കഴിയും. നിന്റെ ഭർത്താവിന്റെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ പറ്റും. നിന്റെ ഭാര്യ, ഇന്ന് സ്ത്രീ പുരുഷന്മാരെല്ലാം കള്ളുഷാപ്പിലും ബാറിലും കയറി ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ വീട്ടുകളിലും ഇഷ്ടംപോലെ ലഹരി വാങ്ങിവെച്ച് കുടിച്ച് കൂത്താടുന്ന അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. സാത്താൻ സകല കുടുംബത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? സകല വിളച്ചതി വ്യഭിചാരവും പെരുകുന്നു. ദേശം മുഴുവൻ വ്യഭിചാരാത്മാവിനെ നിറയപ്പെട്ട് മനുഷ്യൻ അശുദ്ധിയിലേക്ക് പോകുന്നു. സകല ജനത്തെ വശീകരിക്കുന്ന വിധത്തിലൂടെ മോഹന വാഗ്ദാനങ്ങളുമായി പല അലരിയ സാത്താന്യ ശക്തികൾ എഴുന്നേറ്റ് തുടങ്ങി. സാത്താന്യ ആരാധന പെരുകി. അതേറിയ നിന്റെ മക്കൾ സാത്താന്യ ആരാധനയിൽ പോകുന്നത്. സാത്താന്യ ആരാധന ദേശത്തെല്ലാം വ്യാപിച്ച് സാത്താന്യ ഓൺലൈനിൽ മുഴുകിക്കഴിഞ്ഞു. സ്തോത്രം. വിവിധ ഗെയിമുകളിലൂടെ നിന്റെ മക്കളെ അഭ്യസിപ്പിച്ചു. മൊബൈലിൽ നിന്റെ മക്കൾ വിവിധ ഗെയിമുകൾ കണ്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാലഘട്ടമല്ലേത്? നിന്റെ മക്കൾ മൊബൈലിൽ അടിമപ്പെട്ടു പോയില്ലേ? എന്താ പാപത്തിന് പിശാച് അടിമയാക്കി? മൊബൈലിലെ സകല മ്ലേച്ഛതയും കണ്ട് നിന്റെ കുടുംബത്തെ സാത്താൻ അടിമയാക്കി. നിന്റെ കൺമൊബൈൽ തന്നകത്ത് നിനക്ക് ഇഷ്ടപ്പെടുന്ന നിന്റെ കണ്ണിന് ഇമ്പമായ ചിത്രങ്ങളെ തന്നിട്ട്, വലിയ വീഡിയോകൾ തന്നിട്ട് നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പിക്ചറുകൾ തന്നു. എന്നിട്ട് നിന്നെ പാപത്തിനടിമയാക്കി. ആ പാപം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. അതിവിടെ നിന്നാണ് നീ മടങ്ങി വരാൻ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ദാവീദ് കിടക്കുന്ന യെരൂശലേം നിവാസികളെ കൃപയുടെ യാചന ആത്മാവിനെ പകരുന്ന ദൈവത്തിന്റെ വാചനം വാഗ്ദത്തം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നീ മടങ്ങി വന്നാൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും. രക്തം ചെയ്യും. ഹല്ലേലൂയ. കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണുനീർ തൂങ്ങിയിട്ട് കാര്യമില്ല. കണ്ണുനീരിന് മറുപടി കാണണം. ഹല്ലേലൂയ. എത്ര ആളുകളെ പ്രാർത്ഥിക്കാൻ വിളിക്കും, എൻ്റെ പാസ്റ്ററെ സമാധാനമില്ല, കണ്ണുനീര, ഒരിക്കൽ കൂടി ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല, കണ്ണടയുന്നില്ല, കണ്ണടയ്ക്കും പലവിധമായ സ്വപ്നങ്ങളും ചിന്തകളും വരിക. എന്തിനാ ജീവിക്കുന്നതൊക്കെ തോന്നുക. അല്ലേ? ഭർത്താവിനെ കൊണ്ടൊരു സമാധാനം, മക്കളെ കുറിച്ച് സമാധാനമില്ല. എത്ര ആളുകളെ കണ്ണുനീരോടെ പറയുന്നത്. ഞാനവരോട് പറയാറുണ്ട്, നിന്റെ കുടുംബത്തിന്റെ ശാപമാണ്. അല്ലേലിയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ കുടുംബത്തിനകത്ത് മുഴുവൻ ശാപമാണ്, ഞങ്ങൾക്ക് എല്ലാ നന്മകളും സമ്പത്തുകളും ഉണ്ട്, മക്കളൊക്കെ നല്ല ഉന്നത നിലവാരത്തിൽ ഉന്നത ജോലി ജീവിക്കുന്നു, ദേശവാസികളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പണങ്ങളുണ്ട്, ഒരുപാട് സമ്പത്തുകളുണ്ട്, ഏക്കറുകളുണ്ട്, പക്ഷേ കുടുംബത്തിൽ ശാപമുണ്ടോ പാസ്റ്ററെ? എനിക്കെതിരെ എല്ലാവരും വൈരികളായി മാറുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ സഹോദരിയോട് ചോദിച്ചു. പ്രൈസ്. എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നിന്റെ പിതാക്കന്മാർ ചെയ്തു വെച്ച ക്രൂരതയുടെ അനുഭവം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുക. നിന്റെ പിതാക്കന്മാർ ചെയ്തു വെച്ച അന്ന് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് മനുഷ്യാത്മാക്കളായിരിക്കുന്ന റോമൻ പടയാളികളോടുകൂടി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന പങ്ക്. അങ്ങനെ നിന്റെ പിതാക്കന്മാർ ചെയ്തു വെച്ച യേശുവിടെ ചെയ്ത ക്രൂരതയുടെ ശാപം, ക്രൂരതയുടെ അനുഭവം നിന്റെ കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്നെ പുറത്തെടുക്കാൻ യേശു ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്ത് നീ പൂർണ്ണമായിട്ട് നിന്റെ പാരമ്പര്യം വിട്ടിട്ട്, അല്ലേലിയ, നീ പിടിച്ചു വെച്ച ചില സത്യങ്ങളുണ്ട്, അത് വിട്ടിട്ട്, നിന്റെ ഹൃദയത്തിൽ ചില പ്രമാണങ്ങളുണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് സുവിശേഷത്തിന് വേണ്ടി നീ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, സുവിശേഷനെ നീ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കും, കൃപയുടെ യാചനയുടെ ആത്മാവിനെ നീ പ്രാപിക്കുമ്പോൾ, അല്ലേലിയ, നിന്റെ പ്രശ്നങ്ങൾ താനെ മാറിപ്പോകും. രക്തം ചെയ്യും. പ്രൈസറോ. മടങ്ങി വരണം. ഞങ്ങൾ നിങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചില മദ്യപാനികളോട്, ചില ലഹരി മാറ്റത്തിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവരുടെ കണ്ണും പോക്കൊക്കെ ഒന്ന് പോകുന്ന കാണണം. അവിടെ ചുണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അവിടെ മുഖമൊക്കെ കറക്കം. സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറയിട്ട് ടൗണുകളിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾ പരസ്യവും സുവിശേഷമൊക്കെ ചെല്ലൊക്കെ മുണ്ടും പൊക്കി കുത്തി, തലയിൽ കെട്ടുമൊക്കെ കെട്ടി, കൈയൊക്കെ ഒന്ന് ചുരുട്ടി, ഉടുപ്പൊക്കെ ഒന്ന് കയറ്റി വെച്ച്, കൈയുടെ കൈയൊക്കെ ഒന്ന് കയറ്റി വെച്ച്, ഇനി വലിയ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഏതാണ്ട് വലിയ നേടിയതുപോലെ, പുള്ളിക്ക് രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന പോലെ കടന്നു വരുന്നു. എന്നിട്ട് വന്നിട്ടുണ്ട് അസത്യമാണ്, നിങ്ങളൊന്ന് പൊക്കണം, ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല, ഇവിടെ ആരും പ്രസംഗിക്കില്ല, ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഇവിടെ ഞങ്ങളും മതി. പണ്ട് പൊന്നാരി കണ്ടില്ല, അതും പൊന്നാരിയില്ല. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് കുന്നംകുളത്തുനിന്ന് ഒരു കൂട്ടം ദൈവദാസിദാസന്മാർ പൊന്നാരുടെ പ്രദേശത്ത് സുവിശേഷ പ്രശ്നം പെരുന്നാമെ തിരുവോരത്തും ജീവന്റെ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ, കൃപയുടെ യാതൊരു ആത്മാവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ, അത് കേട്ടുന്ന ചില ആളുകൾ കൈ ചുരുട്ടി മടങ്ങി വന്നിട്ട്, നീ ഒന്നും ഇവിടെ വേണ്ട, ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ ഓടിക്കും, തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വിരട്ടി ഓടിക്കുന്ന കാഴ്ച കണ്ടില്ലേ? എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ ചെയ്തതിന് തക്ക ന്യായവിധി നിന്റെ മേൽ, നിന്റെ ദേശത്തിന് വരും. പ്രൈസറോ. ദൈവം നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്നത് ദൈവത്തിനെ കൊല്ലുമെന്നല്ല. നീ മടങ്ങി ഒന്ന് മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ഈ കൃപയുടെ ആത്മാവിനെ തരും. അല്ല, നീ മാനസാന്തരപ്പെടില്ലെങ്കിൽ, ദൈവജനത്തിനെ കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവജനത്തിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, ദൈവജനത്തിനെ അസഭ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ കൊടുത്ത ട്രാക്റ്റുകൾ പിച്ചിട്ട് ദേശത്തിന് അവരെ ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, അതിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിലുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസറോ. അതെവിടെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം നടന്നിട്ടുണ്ട്. രക്തം ചെയ്യും. പ്രൈസറോ. ഞങ്ങൾ ഒരിക്കലും അങ്ങ് നിലമ്പൂരിന്റെ പ്രദേശത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക.
ഞാൻ ആ മീറ്റിങ്ങിനകത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ അവരെ കൈയൊക്കെ ചുരുട്ടിക്കയറ്റി ഇങ്ങോട്ട് വന്നു. വന്നിട്ട് ഒരു വലിയ രൂക്ഷമായിട്ട് എന്തെങ്കിലും കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് അരിക്കൽ വന്ന് ഞാനോർത്ത് വല്ല തല്ലാനോ കൊല്ലാനോ വെട്ടാനോ ഒക്കെ വരുന്നെന്ന്. അപ്പൊ അങ്ങനെ വന്ന് കുറച്ചുകൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നല്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് സത്യമാണെന്ന്. കണ്ടാനോർക്കും വലിയ അടിക്കാൻ വരികയാണെന്ന്. അവസാനം വന്നു നിന്ന് അദ്ദേഹത്തിന് കണ്ണിൽ കൂടെ കണ്ണുനീരെടുക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചെന്താ സഹോദര, സമാധാനമില്ല. നിങ്ങൾ പ്രസംഗിക്കുന്ന യേശു സത്യമാണെങ്കിൽ എനിക്ക് സമാധാനം തരൂ. അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു സത്യമാണ്. യേശു സത്യമാണ്, യേശു സത്യദൈവമാണ്. താങ്കളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നാലും പ്രശ്നം പരിഹാരം തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ അലിയ ഒരു കുഞ്ഞാടിനെ പോലെ നിന്നു. പ്രൈസറോ മീറ്റിംഗ് പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം സമാധാനം വന്നു. അതെ, പാപത്തെ ഏറ്റുപറയാനും അനുദപിക്കാനും പശ്ചാത്തലമാകാനൊക്കെ മനസ്സും സമയവും ചില സാഹചര്യങ്ങൾ നീ ഒരുക്കി തരുമ്പോൾ അതിനെ നീ തള്ളിക്കളയുന്നെങ്കിൽ ലേലിയ അതിന്റെ വിപത്ത് വളരെ വലുതായിരിക്കും. അല്ല, നീ അത് കേട്ടനുസരിക്കുന്നെങ്കിൽ നിന്റെ ശാപത്തിന്റെ ബന്ധനം നിന്റെ കുടുംബത്തിന് അഴിയാൻ തുടങ്ങും. ലേരി, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനോടുകൂടി സാത്താന്റെ ആധിപത്യത്തിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താകും. യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, യേശുവിന് നീ വിശ്വാസത്തെ നിൽക്കുമ്പോൾ, യേശുവിനെ വേണ്ടി നിന്നെ സമർപ്പിക്കുമ്പോൾ, കൃപയുടെ യാതൊരു ആത്മാവിനെ നീ പ്രാപിച്ചു കഴിയുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ വെറും ക്രൂരമായ ശാപങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറും. പിന്നെ വേറെ വസിക്കത്തില്ല. സാത്താൻ ഒരു കുടുംബത്തിൽ വസിക്കാൻ പറ്റത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ വസിക്കുന്നത് കൊണ്ടാണ് നിനക്ക് സമാധാനമില്ലാത്തത്. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, യുദ്ധകളത്തിൽ ഒരു ദേശം വിജയികളാകണമെങ്കിൽ പ്രധാനമായും അല്ലെങ്കിൽ കരസേന, വ്യോമസേന, നാവികസേന ഒന്നിച്ച് യുദ്ധം ചെയ്യണം. വലിയ യുദ്ധം നടക്കുക. ആ യുദ്ധത്തിന്റെ രാജ്യം വിജയത്തിലേക്ക് വരണമെങ്കിൽ രാജ്യത്തിന്റെ ശക്തികൾ കരസേന, വ്യോമസേന, നാവികസേന നാവികസേന എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ രാജ്യം യുദ്ധത്തിൽ ജയിച്ചവരും പരാജയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അല്ലേലിയ, പരാജയപ്പെടുന്ന കൂട്ടർ എന്ത് ചെയ്യും? ജയിച്ചവരുടെ അരികിലേക്ക് വന്ന് വീഴും. ഞങ്ങളോട് ഇനി ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മടുത്തു, ഞങ്ങളുടെ ആയുധങ്ങൾ തീർന്നു, ഇനി ഞങ്ങൾക്ക് പൊരുതുവാനൊന്നുമില്ല, ഞങ്ങളുടെ കഴിവെല്ലാം തീർന്നു, ഞങ്ങളുടെ ദേശം പട്ടിണിയില്ല, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ആൾക്കാരെല്ലാം മരിച്ചു, അവർ വീഴാൻ തുടങ്ങും. അല്ലേലിയ. അപ്പൊ യുദ്ധത്തിൽ വിജയമായി മടങ്ങി വന്ന ശ്രീലാളിതരായി നിൽക്കുന്നവർ എന്ത് ചെയ്യും? നീ മാനസാന്തരപ്പെടാൻ അല്ലേ എന്ന് പറഞ്ഞുകൂടെ നമ്മള് അല്ലേരിയ. നമുക്കെതിരെ സാത്താന്റെ അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഒരുപാട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ നമ്മൾ യേശുവിന്റെ സന്നിധിക്ക് വീണ് കൊടുക്കണം. അല്ലേയ, യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ഭൂമിയിൽ വന്ന മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്തു. യേശു സാത്താനോട് യുദ്ധം ചെയ്തു. അല്ലേരിയ, സാത്താനോട് യുദ്ധം ചെയ്ത് കാൽവരി ക്രൂശിൽ അവന്റെ തലയെ തകർത്തു. അല്ലേരിയ, കാൽവരി ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്ത് കർത്താവ് ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചു. കുറവിയുടെ ആത്മാവിനെ, യാജിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ജനത്തെ പകർന്നു. അതെ, നീയും അതുകൊണ്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്തു? ആ യേശുവിന്റെ പാതകളിൽ വീണ് കൊടുത്തു. ഞങ്ങൾ പുറകിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നീ മടങ്ങി വന്ന് യേശുവിനെ സഞ്ചരിപ്പിക്കുന്നെങ്കിൽ നിനക്കൊരു വിടുതലുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം പറയും, ദാവീദ് ഗൃഹത്തിന്റെയും കൃപയുടെ ആത്മാവിനെ പകർന്നെന്ന് കർത്താവ് പറയുന്നു. ദാവീദിന്റെ കുടുംബത്തിലുണ്ടായവർ യേശു ഉണ്ടായവൻ, ദാവീദിന്റെ കുടുംബത്തിലുണ്ടായവൻ യേശു, ദാവീദ് പുത്രൻ എല്ലാം യേശു ക്രിസ്തു. യേശു ഈ ഭൂമിയിലേക്ക് കൃപയെ കൊണ്ടുവന്നു. ആദിയിൽ വചനമായിരുന്നു. യേശു എന്ന നാമധേയത്തിൽ മനുഷ്യനായപ്പോൾ യേശു ആദിയിൽ വചനമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആദിയിൽ വചനം ഉണ്ടായിരുന്നെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേലിയ, ഇവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവർ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമായി. ആദിയിൽ വചനമായിരുന്നവൻ ജഡരൂപമെടുത്തു. ഒന്നിന്റെ 14 എഴുതുമ്പോൾ വചന ജഡമായിരുന്നു, ഹൃദയ സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശു നമ്മളെ സകല സത്യത്തിലും വഴി നടത്താൻ തുടങ്ങി. അപ്പൊ യേശു വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നതാണ്. എന്നിട്ട് വചനം ജഡമായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിച്ച് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചിട്ട് നമുക്ക് വേണ്ടി കൃപയുടെ യാജിന്റെ ആത്മാവിനെ പകർന്നു. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത കൃപയുടെയും യാജിന്റെ ആത്മാവിനെ നിറയപ്പെട്ടവനായി അല്ലേരിയ. ആ ദൈവത്തിന്റെ തേജസ് പ്രാപിച്ചുകൊണ്ട് തേജസ് പ്രാപിച്ചുകൊണ്ട് നീ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അല്ലേരിയ. നീ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ?
അത് ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. നമ്മൾ വായിച്ച വചനം ഉണ്ടാകും. നല്ലൊരു സക്രിയ പ്രവാചക പുസ്തകം 12-10 വാക്യമുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിലും യെരൂശലേം നിവാസികളും മേലും ഈ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. താങ്കൾ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കുമെന്ന് വായിക്കുന്ന കർത്താവിന്റെ 2ാം വരവിൽ കൊടും ക്രൂരതയാൽ ഇന്നും പാപത്തിൽ ശാപത്തിൽ നിറയപ്പെട്ട് നിൽക്കുന്ന ജനം ആ കുട്ടിയെ വിളിക്കുന്ന വിലപിക്കുമ്പോൾ പിന്നീട് നിനക്ക് ഒരു രക്ഷയില്ലാതെ നീ ഭാരപ്പെടുമ്പോൾ നിന്നെ രക്ഷിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. യേശുക്രിസ്തുവിന്റെ വരവിനോട് കൂടി കർത്താവ് മധ്യാകാശത്തിൽ വന്ന് ദൈവസഭ എടുക്കുന്നതോടെ കൃപയുടെ യാചനയുടെ ആത്മാവിന്റെ പ്രവൃത്തി ഇവിടെ നിൽക്കും. പിന്നെ നിനക്ക് രക്ഷ പ്രാപിക്കുവാനൊരു അവസരമില്ല. അന്ന് നീ വിലപിക്കുമെന്ന അതിനു മുമ്പേ മടങ്ങി വന്ന് നീ മാനസാന്തരപ്പെട്ടാൽ ദൈവം കൃപയുടെ ആത്മാവിനെ നിന്റെ മേലും പകർന്ന കർത്താവിന്റെ പരമ്പിൽ തേജസ് പ്രാപിച്ചവനായി നിനക്ക് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ കോടാനുകൂടി വിശുദ്ധന്മാരും ഗരുവുകളും സാറാവുകളും വിശുദ്ധന്മാരും അധിവസിക്കുന്ന സ്വർഗത്തിൽ നിനക്ക് ദൈവസനി സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയും. നീ മടങ്ങി വരുമോ? മാനസാന്തരപ്പെടുകയോ? നിങ്ങളെക്കാളൊക്കെ കൂടും ക്രൂരനും പാപിയായിരുന്നു ഞാനൊക്കെ. എൻ്റെ ഏരിയ ഞങ്ങൾക്കെങ്കിലും സുവിശേഷം വഴിതെളിച്ചു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ യുവജനം വഴിതെളിച്ച് വെളിച്ചമായി മാറും. കണ്ണുകളടച്ചാട്ട് ആരെങ്കിലും കരഞ്ഞ് മനസ്സുമായി ശാപത്തിന്റെ കീഴിൽ ഇന്നും പാപത്തിൽ മെത്തിക്കപ്പെട്ട് കുടുംബത്തിനകത്ത് വിടുന്നില്ല, കണ്ണുനീരിന്റെ തന്നെ വേണോ? ചെയ്യുന്ന ജോലികളെല്ലാം പരാജയപ്പെടും, ചെല്ലുന്ന ബിസിനസ്സുകളെല്ലാം പരാജയപ്പെടുന്നു, രോഗം മാറുന്നില്ല, കഷ്ടത മാറുന്നില്ല, എത്ര സമ്പാദിച്ചാലും ഒന്നും കയ്യിലില്ല, നാം ഇതെല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാ കണ്ണുനീരും മാത്രം കുടുംബത്തിൽ. അങ്ങനെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പോലെ യേശുവിന് നിന്റെ ഹൃദയം വിട്ടുകൊടുത്തിട്ട് പറ, കർത്താവേ, അങ്ങ് എന്റെ രക്ഷകനാണ്, അങ്ങനെ വീണ്ടെടുക്കുക, അങ്ങേക്ക് മാത്രം എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൃപയുടെ യാചനയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ശാപത്തിന്റെ കുടുംബത്തെ വിടിവിക്കണമേ. പിതാക്കന്മാർ ചെയ്ത കൊടും ക്രൂരതയുടെ ശാപം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മോചനം നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ ഭാരത ലോക രാജ്യം 800 കോടി ജനത്തിനായ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജകുമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബലിനെ ലയിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർക്കാക്കുന്ന BSCRP അടക്കമുള്ള എല്ലാ പ്രിയപ്പെടുകയും അങ്ങയുടെ ക്രമസമാധാന ഭാരത നിയമ നിർമ്മാണ രഹസ്യങ്ങൾക്കായി കർത്താവിയുടെ പോലീസ് രജിസ്ട്രേഷനുകൾ, കർത്താവിന്റെ ഫയർഫോഴ്സ്, എക്സൈസ് ബാങ്കുകൾക്കായി, ഫോറസ്റ്റുകൾക്കായി, ഞങ്ങളുടെ ജുഡീഷ്യൽ ഭാഗങ്ങളെ ഓർക്കുന്ന കർത്താവെ, എല്ലാ മേഖല ജനത്തിന് മാനസാന്തരം കർത്താവ് പിതാക്കന്മാരുടെ കൊടുക്കുന്ന ശാപത്തിന് കീഴിൽ കിടക്കുന്ന പാപത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ ആയുധയിൽ കിടക്കുന്ന മദ്യത്തിന് ലഹരിക്ക് അടിപെട്ട് അനേക കുടുംബങ്ങൾ വിടുതലായി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലം ഒരു പുതുമരാരും സാമ്പത്തിക രചനത്തിനായി ശൈശവത്തിലും ബാല്യ കൗമാര യൗവനത്തിലും വൃത്തിരശന യാചകർ ഓർഫിന്റെ ചോളത്തിൽ തടവറയിലായിരിക്കും എല്ലാ മത സാമൂഹിക സംസ്കാര ചരിത്രമാണ് നേതാക്കളെയും എല്ലാ സൈന്റിസ്റ്റ് ഏജന്റുമാരെയും എല്ലാ പാർട്ടികളും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് പാടത്തും പറമ്പിലും കോറിയിലും കല്ലൂരും മണ്ണും പടിയെടുക്കും തീരദേശവാസികൾ മത്സ്യം ആഴക്കടൽ കടൽപോരി കരികളും തമിഴ് ഫാക്ടറി ജോലി ചെയ്യുന്നവർ കൺഷനെ കമ്പക്കാനും ഓട്ടം യൂണികത്തായിരിക്കുന്ന കരയിലും കടലും ആകാശമാർ വാങ്ങലൂടി നമ്മൾ സെയിൽസ് ചെയ്യുന്നവർ അല്ലേലിയ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ കർത്താവ് ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും അമിസ്വാമി വ്യവസായ മേഖലയിലായിരിക്കും എല്ലാ വഴിവിട കച്ചവടക്കാരെയും അങ്ങനെ കരങ്ങളിലേപ്പിക്കുന്ന നിരവധി മദ്യപാനികൾ മയക്കൊടിപ്പെട്ട് ലഹരിക്ക് അടിപ്പെട്ടവർ പാപശാപ വേദനത്താൽ കഴിയുന്ന കുടുംബങ്ങൾ എല്ലാം വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ തീവ്രങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് വിദേശ രാജ്യ കഷ്ടത്തിന് നമ്പരപ്പെടുന്ന വിസ നഷ്ടപ്പെട്ട ഹോസ്പിറ്റൽ വിധി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ് തകർന്നവർ, കുടുംബമില്ലാതെ കുടുംബജീവൻ തകർന്നവർ, അവനില്ലാതെ വിധമായി ബന്ധം മാരകമായ രോഗത്താൽ കടന്നു പോകുന്ന ജന്മവൈകല്യമുള്ള അനവധി ആളുകളെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന ജനം മടങ്ങി വരട്ടെ. കർത്താവിന്റെ വില സ്നേഹിച്ച് ലോകമ്പാടും പ്രവർത്തിക്കുന്ന സുവിശേഷന്മാരെ ദൈവമക്കളെ ഞങ്ങളുടെ കുടുംബത്തെ അനുകരിക്കണം. ഞങ്ങളുടെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ കഴിഞ്ഞ ദിവസങ്ങളെ പാകിസ്ഥാൻ കർത്താൻ വളരെ യുദ്ധമായി കടന്നു വരുന്ന കർത്താൻ രാജ്യത്തെ സൂക്ഷിക്കണമേ. രാജ്യത്തെ വിവരങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ നല്ല ഭരണാധികാരികളെയും അതിർത്തികളായിരിക്കുന്ന ഞങ്ങളുടെ കരസേന വ്യോമ നാവികസേന അധികാരികളെയും അദ്ദേഹത്തിനായി ജനത്തെ സൂക്ഷിക്കണമേ. ഭാരതത്തെ വിടിവിക്കണമേ. ഭാരതത്തിനെ ദൈവ സാന്നിധ്യം ഒരു ദുഷ്ടന്റെ ദൃഷ്ടിയും ഒരു ദുഷ്ടന്റെ ആയുധങ്ങളും ഞങ്ങളുടെ ഭാരതത്തിന്റെ മണ്ണിൽ വീടുവെട്ടേക്കാതെ ഭാരതത്തിന് സംരക്ഷണമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വീരവൃത്തി അനവധി ആളുകളുണ്ട്. അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നപ്പോൾ അവർക്കൊക്കെ സമാധാനം സന്തോഷം കൊടുക്കണമേ. അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തീവ്രവാദ ഭീകരവാദ വർഗീയ ഗ്രൂപ്പുകളെ നിങ്ങൾ സന്ദർശിപ്പാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കർത്താവിന്റെ കുടുംബങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിലെ ദൈവർ കടന്നിട്ട് പാമ്പൊഴിട്ട് മടങ്ങി വരുവാൻ ജനത്തെ ഏൽപ്പിക്കുകയാണ്. ഒരു കൂടി അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.